നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് ഇനി 100 ദിവസങ്ങളിൽ താഴെ മാത്രമേ ഉള്ളൂ. ഓരോ ടീമുകളും ഒരുങ്ങുകയാണ്. അർജൻറ്റീന ഇപ്പോൾ പുതിയ ജേഴ്സി ഒഫീഷ്യലായിട്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. ജേഴ്സിയിൽ ചില മാറ്റങ്ങളുണ്ട്. ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ നോക്കിയാണ്. പ്രധാനമായിട്ടും അർജൻറ്റീനയുടെ കളർ, അതിൽ മാറ്റമൊന്നുമില്ല. ആകാശനീലയും വെള്ളയും ചേർന്നിട്ടുള്ള സ്ട്രിപ്സ് ഉള്ള ജേഴ്സി തന്നെയാണ്. പക്ഷേ ഗോൾഡൻ കളറിലാണ് ബാക്കി ഡീറ്റെയിൽസ് വരുന്നത്. കറുപ്പ് നിറത്തിലുള്ള ഡീറ്റെയിൽസാണ് അധികം നമ്മൾ കാണാറുള്ളതെങ്കിൽ ഇത്തവണ ഗോൾഡൻ കളറിലാണ് ബാക്കി ഡീറ്റെയിൽസ് വരുന്നത്. അതായത് അർജൻറ്റീനയുടെ എംബ്ലം ഉണ്ട്, ആ എംബ്ലത്തിൽ 3 സ്റ്റാറുകൾ വരുന്നു. പിന്നെ 2022 വേൾഡ് ചാമ്പ്യന്മാരാണ് എന്നുള്ള ബാഡ്ജുണ്ട്. ആ രൂപത്തിലാണ് ഇപ്പോൾ ജേഴ്സി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ കളറിൽ ചെറിയ മാറ്റങ്ങൾ, അതായത് ഗോൾഡ് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. ഏതായാലും മാർച്ച് 22 എൽ സാൽവഡോറിനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ ഈ ജേഴ്സി അണിഞ്ഞിട്ടായിരിക്കും അർജൻറ്റീന കളിക്കുക. അവരുടെ ഒരു എവേ കിറ്റ് കൂടി ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ ബ്ലൂ കളറിലാണ് അവരുടെ ജേഴ്സി ഉള്ളത്. പക്ഷെ അതിൻ്റെ സൈഡിൽ സാധാരണ വ്യത്യസ്തമായിട്ട് അർജൻറ്റീനയുടെ കളറായിട്ടുള്ള ആകാശനീലയും വെള്ളയും ചേർത്തുകൊണ്ടുള്ള ആ ഒരു സ്ട്രിപ്പ് ലൈൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആരാധകരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കോപ്പ അമേരിക്കയ്ക്ക് പുതിയ വേഷത്തിലായിരിക്കും അർജൻറ്റീന ഇറങ്ങുക എന്നർത്ഥം. ലിയോ മെസ്സി അടക്കമുള്ളവരാണ് ഇന്നലെ പ്രൊമോഷണൽ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അർജൻറ്റീന ഒരുങ്ങുകയാണ് അടുത്ത കോപ്പ അമേരിക്ക കിരീടത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.